പെൻഷന്റെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെയോ UDF-നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? പ്രൂവഡ് അല്ലേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത്? അതൊന്ന്. വെൽഫെയർ പെൻഷൻസ് ഇൻക്രീസ്ഡ് ടു 3000 rupees a month. അപ്പോൾ 18 മാസം വരെ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, അതും 600 രൂപ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, കഴിഞ്ഞ തവണ 6000 രൂപ വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു 3000 രൂപ ഞങ്ങൾ പെൻഷൻ തരും എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, കഴിഞ്ഞ 18 മാസം വരെ കുടിശ്ശിക വരുത്തി നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതും 600 രൂപ 32 ലക്ഷം ആളുകൾക്ക് കൊടുത്ത UDF സർക്കാർ 18 മാസത്തെ കുടിശ്ശിക വരുത്തുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വീതം 1 രൂപയുടെ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്ന LDF സർക്കാർ ഭാഗത്ത് നിൽക്കുമ്പോൾ the first guarantee is a free bus travel for all women in KSRTC buses. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSRTC-യുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാട് മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTC-യെ വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസ്സിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പോൾ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരിവപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രമല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ KSRTC ലാഭത്തിലാക്കിയപ്പോൾ ലാഭത്തിലാക്കിയ KSRTC-യിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. 1000 rupees a month financial assistance to college going girl students. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് അടക്കം 1000 രൂപ വീതം പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ, കേരളത്തിൽ അത് നടപ്പിലാക്കിയ LDF സർക്കാർ. അതറിയാതെ പോയി രാഹുൽ ഗാന്ധി. കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പരിപാടി. കണക്ട് ടു വർക്കിനകത്ത് എന്താ? കണക്ട് ടു വർക്കിനകത്തുള്ളത് സ്കോളർഷിപ്പ് പദ്ധതിയാ. അതിനകത്ത് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടും. സ്മൃതി, ഇതാണ് കേരളത്തിലെ ഈ അവസ്ഥ. യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യമാവാതെ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങളെടുത്ത് കോപ്പി എടുത്തു വെച്ചു. 25 lakh rupees of insurance for every household. 25 ലക്ഷം രൂപ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. എവിടെ നിന്ന്? ഏത് പണത്തിൽ നിന്ന്? ഏത് പദ്ധതിയുടെ ഭാഗമായി? Up to 5 lakh interest free loans for youngsters who want to start their businesses. ഇനി അടുത്തത്, യുവസംരംഭങ്ങൾക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ. ഏത് അക്കൗണ്ടിൽ നിന്ന്? ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ വന്നപ്പോൾ 320 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 7000 സ്റ്റാർട്ടപ്പുകളിലേക്ക് അത് വളർന്നു. അത് വളർന്നത് എങ്ങനെയാ? സ്റ്റേറ്റിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയാ, വ്യക്തമായി സർക്കാർ പാസാക്കിയ സ്റ്റാർട്ടപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല, ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.